അവിടെ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ ആ മാജിക് സംഖ്യയിലേക്ക് തന്നെ കോൺഗ്രസും എൻസിയും പോകേണ്ടി വരും. അതല്ലെങ്കിൽ സഖ്യകക്ഷി സർക്കാർ, അതുപോലെ തന്നെ അട്ടിമറി, അങ്ങനെ ഒരുപാട് നാടകങ്ങൾക്ക് വേദിയാകേണ്ടി വരും ജമ്മു കാശ്മീരിൽ. അതുമാത്രമല്ല BJP തന്ത്രപരമായ ഒരുപാട് കാര്യങ്ങൾ കശ്മീർ മേഖലയിൽ ചെയ്യുന്നുണ്ട്. ആ സ്വതന്ത്രരെ ഒപ്പം കൂട്ടിക്കൊണ്ടൊരു ഭരണം നേടിയെടുക്കുക എന്നുള്ള തന്ത്രം BJP പയറ്റുന്നുണ്ട്. അത് വിജയിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോഴത്തെ ടാലി വെച്ച് നോക്കുമ്പോൾ 28 സീറ്റുകൾ. ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ജമ്മു കാശ്മീരിൽ പല നാടകങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഈ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാമല്ലോ. ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നാടകങ്ങൾക്കുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. 36-28 എന്ന് പറയുമ്പോൾ ആ 28 സീറ്റ് 45 46 ആക്കി മാറ്റിയെടുക്കണമെങ്കിൽ എത്ര സ്വതന്ത്രന്മാരാണ് കാശ്മീരിന്റെ മണ്ണിൽ നിന്നും ജയിച്ചു വരുന്നത്? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. സ്വതന്ത്രന്മാരുണ്ട്, ഈ പ്രാദേശിക കക്ഷികളുണ്ട്. ഈ പ്രാദേശിക കക്ഷികളും സ്വതന്ത്രന്മാരും ഇന്ത്യ മുന്നണിയിൽ ചേർന്ന് കൊള്ളണമെന്നില്ല. ഇവിടെ ആകെപ്പാടെ 3 കക്ഷികൾക്ക് മാത്രമാണ് ഇന്ത്യ മുന്നണിയിൽ ഉറപ്പായും പ്രാതിനിധ്യമുള്ളത് ദേശീയ തലത്തിൽ. അത് കോൺഗ്രസ് പാർട്ടി, നാഷണൽ കോൺഫറൻസ് ആൻഡ് PDP. അതിൽ തന്നെ PDP വ്യത്യസ്തമായി മത്സരിച്ചു. എന്നാൽ PDPയുടെ ഭാഗത്തു നിന്ന് ഏതാണ്ടൊരു വ്യക്തമായി ഉറപ്പുണ്ട്. അവർക്ക് BJPയുമായി ഒരിക്കൽ കൂടി ചേരാൻ സാധിക്കില്ല. രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ BJPയുമായി ചേർന്ന് നിന്നതുകൊണ്ട് സംഭവിച്ചത്. അതുകൊണ്ട് ഇപ്രാവശ്യം അവരുടെ പിന്തുണ തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് തന്നെയായിരിക്കും. പക്ഷേ നാഷണൽ കോൺഫറൻസും PDPയും ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി സുദൃഢമായ ഒരു ഫോർമുല അല്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഒമർ അബ്ദുള്ളയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരുപക്ഷെ നാഷണൽ കോൺഫറൻസ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ഒമർ അബ്ദുള്ളയ്ക്ക് ലഭിക്കണമെങ്കിൽ 46 സീറ്റുകൾ ലഭിച്ചാൽ പോരാ, ഒരുപക്ഷെ 48 സീറ്റുകൾ ലഭിക്കേണ്ടി വരും. കാരണം 5 സാമാജികരെ നാമനിർദ്ദേശം ചെയ്യാൻ, ഇപ്പം അതായത് ഗവർണർക്ക്, ലഫ്റ്റനന്റ് ഗവർണർക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള സാധ്യത നിലവിൽ. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ തന്നെ BJP കേന്ദ്രത്തിൽ നിന്ന്, സെന്ററിൽ നിന്ന് ആളെ വിട്ടുകഴിഞ്ഞു. ജമ്മു കാശ്മീരിലേക്ക് ചെറിയ ചെറിയ പാർട്ടികളുമായിട്ട് ചർച്ച തുടങ്ങി വെക്കുവാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 3 പ്രധാന നേതാക്കളെ അയച്ചിരിക്കുകയാണ് ശ്രീനഗറിലേക്ക്. അങ്ങനെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ജമ്മു കാശ്മീരിൽ തുടങ്ങിക്കഴിഞ്ഞു. 28 എന്നുള്ള സംഖ്യ BJPക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട് ജമ്മു കാശ്മീർ എന്നുള്ളതാണ് ഇപ്പോൾ നൽകുന്ന കാര്യം. അതായത് ഇപ്പോൾ തന്നെ BJP അയച്ചിരിക്കുകയാണ് സ്വതന്ത്രരുടെ അടുത്തേക്കും ചെറിയ പാർട്ടികളുടെ അടുത്തേക്കും നേതാക്കളെ അയച്ചിരിക്കുകയാണ് BJP. അങ്ങനെ ആദ്യ രാഷ്ട്രീയ കരുനീക്കം ജമ്മു കാശ്മീരിൽ തുടങ്ങിക്കഴിഞ്ഞു. 10 വർഷങ്ങൾക്ക് ശേഷം